സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇത് ശ്ലീഹാകാലം 3-ാമത്തെ ഞായറാഴ്ചയാണ്. ഈ തിരുവചനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം ഈശോ ശിഷ്യന്മാരെ ദൗത്യം ഭരമേൽപ്പിക്കുന്നതാണ്. അപ്പസ്തോലന്മാരെ അയക്കുന്നു എന്നതാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ തലക്കെട്ട്. 3 കാര്യങ്ങളാണ് ഈശോ ചെയ്യുന്നത് അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ. ഒന്ന്, 12 ശ്ലീഹന്മാരെയും അടുത്ത് വിളിക്കുന്നു. അതിനുശേഷം അവർക്ക് അധികാരവും ശക്തിയും നൽകുന്നു. മൂന്നാമത്തത്, ചെയ്യേണ്ട ദൗത്യം എന്താണെന്ന് അവരോട് പറയുന്നു. പ്രേക്ഷിത ദൗത്യം ഇതാണ്: സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുക, രോഗികളെ സുഖമാക്കുക. ഇതാണ് പ്രേക്ഷിത ദൗത്യം. ഇത് ഏത് ദൗത്യം ആരെ ഏൽപ്പിക്കുന്നതിന് മുമ്പും ലോകത്തിലെല്ലാ സ്ഥലത്തും പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്രമമാണ്. അടുത്ത് വിളിക്കുക, അധികാരവും ശക്തിയും നൽകുക. ഡ്യൂട്ടി മാത്രം കൊടുത്താൽ പോരാ, അതിനുള്ള പവറും റെസ്പോൺസിബിലിറ്റിയും കൊടുക്കണം. അതിനുശേഷം എന്താണ് ദൗത്യം എന്ന് വ്യക്തമായിട്ട് പറയണം. മനോഹരമായ ഒരു മാനേജ്മെന്റ് പാഠമാണ്. എല്ലാ കമ്പനികളും ചെയ്യുന്ന പ്രധാനപ്പെട്ട, ഒരാളെ ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഒരുപക്ഷെ കാലാന്തരത്തിൽ ഈ സുവിശേഷ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം കടമെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നതാണ്. ഇവിടെ ഈശോ നൽകുന്ന അധികാരം എന്ന് പറഞ്ഞാൽ ഈശോയുടെ അധികാരം തന്നെയാണ്. അതിലാണ് ഇവരെ പങ്കുചേർക്കുന്നത്. ഈശോ ചെയ്യേണ്ട ദൗത്യം അവരെ കൊണ്ട് ഈശോ ചെയ്യിപ്പിക്കുകയാണ്. ഈ ശക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള അധികാരം എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. അത് മാനുഷികമായ ഒരു കാര്യമല്ല. അത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അധികാരം സ്വർഗത്തിൽ നിന്നാണ് എന്നുള്ളത് വിശുദ്ധ സുവിശേഷത്തിൽ പല പ്രാവശ്യം നമ്മൾ കാണുന്നു. ഈശോ അത് വ്യക്തമാക്കുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ഈശോ പറയുന്നുണ്ട്. അതുപോലെ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ പറയുന്നു, ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ ശക്തി എന്നത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിനെന്ന് ശ്ലീഹന്മാരോട് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഈ ദൗത്യം ഭരമേൽപ്പിക്കുന്നതിലെ പ്രധാനപ്പെട്ട അധികാരം എന്ന് പറയുന്നത് ദൈവികമായ അധികാരമാണ്. അത് മാനുഷികമായ അധികാരമല്ല. ഈ ദൈവികമായ അധികാരം അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ളതാണ്, അവരുടെ മേൽ ആധിപത്യം പുലർത്താനുള്ള അധികാരമല്ല. അപ്പോൾ ആ തരത്തിൽ ഈ ഭാഗം ഈശോ വ്യക്തമാക്കിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗത്തിലേക്കുള്ള വ്യാഖ്യാനത്തിലേക്ക് വന്നാൽ ഇതാണ് ഈശോ പറയുന്നത്. ഈശോ പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിക്കുവാൻ എന്നാണ് ഈശോ പറയുന്നത്. ഇതിനോട് ചേർന്നിട്ടുള്ള സമാന്തര സുവിശേഷ ഭാഗങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കും. മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രേക്ഷിത ദൗത്യത്തിലെ ഘടകം എന്ന് പറയുന്നത്. പ്രഘോഷണത്തിലെ ഏറ്റവും വലിയ ആഹ്വാനം അതാണ്. സ്വർഗരാജ്യ പ്രഘോഷണത്തിലെ, സുവിശേഷ പ്രഘോഷണത്തിലെ ഏറ്റവും വലിയ ആഹ്വാനം മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതാണ്. നമ്മുടെ മനസ്സുകളെ മാറ്റി കഠിന ഹൃദയത്തിൽ നിന്ന് ലളിതമായ ഹൃദയമുള്ളവരായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ വേദപാഠ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടല്ലോ, കഠിന മനസാക്ഷി, മൃദുല മനസാക്ഷിയൊക്കെ. മൃദുല മനസാക്ഷി വിശുദ്ധരുടെ മനസാക്ഷിയാണ്. അത് പെട്ടെന്ന് അനുതപിക്കുന്ന, പെട്ടെന്ന് പശ്ചാത്തപിക്കുന്ന മനസാക്ഷിയാണ്. തെറ്റ് പറ്റാത്ത ഒരു മനസാക്ഷിയല്ല. തെറ്റ് പറ്റുക എല്ലാവർക്കും സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ ഈ തെറ്റിനെ തിരുത്താനുള്ള ആ മനസ്ഥിതിയാണ്. അതാണ് മാനസാന്തരത്തിൻ്റെ ചിന്ത, പശ്ചാത്താപത്തിൻ്റെ ചിന്ത. അതാണ് വിശുദ്ധരുടെ ഹൃദയത്തിന് തുല്യമായ ഹൃദയം എന്ന് പറയുന്നതാണ്. തെറ്റുപറ്റി, പക്ഷേ അത് തിരുത്താനുള്ള ഒരു മനോഭാവം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മാനസാന്തരപ്പെടുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിൽ ഒരുപാട് തരത്തിലുള്ള പകയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹം എതിർച്ചയാ ഒരു മെസ്സേജ് ഇങ്ങനെ അയച്ചു തന്നതാണ്. അദ്ദേഹം എവറി ടൈം, എവറി മിനിറ്റ് സമ്മൺ ഈസ്
leaving this world. Not the age, not the old men, not the sick men, not the weak men, but somebody is leaving the world. But every morning we wake up thinking that we have time to hate, we have time to compete, we have time to betray. ഇതെല്ലാം നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ് എല്ലാ ദിവസവും. പക്ഷേ ഏത് സമയത്താണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് അറിയത്തില്ല. അത് നമ്മൾ വി ആർ ഓൾ സ്റ്റാൻഡിങ് ഇൻ ദ സെയിം ലൈൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മെസ്സേജ് ഇടുകയാണ്. അപ്പോൾ പക്ഷേ അതൊക്കെ മറന്നുകൊണ്ട് ഞാൻ ഓർക്കുന്നു, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ ഇങ്ങനെ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് അന്ത്യകുദാശ കൊടുക്കാൻ പോകുമ്പോൾ ഒരു അമ്മച്ചി വളരെ സങ്കടപ്പെട്ട അമ്മച്ചി കരയുകയാണ്. എന്നിട്ട് അമ്മച്ചി പറയുന്നു, അച്ഛാ ഞാൻ മരിച്ചു പോകും. അതിനു മുമ്പ് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മൂത്ത മകൻ്റെ മക്കളെ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇളയമകൻ്റെ കൂടെയാണ് താമസിക്കുന്ന അമ്മച്ചി. പക്ഷേ അവർ ഇവിടെ കയറുന്നില്ല. ഞാൻ പറഞ്ഞു, അമ്മച്ചി അത് നമുക്ക് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അമ്മച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും അത് നടപ്പാക്കാം എന്ന് അമ്മച്ചിയോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ അനുജനോട് സംസാരിച്ച് പറഞ്ഞു, അമ്മച്ചിയുടെ ഇങ്ങനെ ഒരു ആഗ്രഹമാണല്ലോ, നമുക്ക് ഈ മൂത്ത മകനെ അല്ലെങ്കിൽ അവരെവിടെയാണ് ആ മക്കളെ നമുക്കുണ്ടോ? പക്ഷേ ഈ ഇളയ മകൻ പറയാണ്, അച്ഛാ അതൊരിക്കലും സംഭവിക്കുകയല്ല, നടക്കുകയല്ല. അത്രമാത്രം കടുത്ത വൈരാഗ്യമാണ്. ഞാൻ അയാളോട് അങ്ങേയറ്റം കാല് പിടിച്ചെന്നുള്ള രീതിയിൽ ഈ അമ്മച്ചിയുടെ ആഗ്രഹം പറഞ്ഞു. പക്ഷേ അയാൾ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. അച്ഛാ നടക്കുകയല്ല. ഞാൻ പറഞ്ഞു, ഞാൻ കൂടെ വരാം, പക്ഷേ ഒരു തരത്തിലും നടക്കുന്നില്ല. അവസാനം സംഭവിച്ചത്, ആ പള്ളിയിൽ നിന്ന് പോരുന്നതിന് മുമ്പ് അമ്മച്ചിയുടെ മരിച്ചടക്ക് അവിടെ നടക്കുകയും ചെയ്തു. ഈ അമ്മച്ചി ഈ പേരക്കിടാങ്ങളെ കണ്ടില്ല എന്നുള്ള ഒരു അതീവ ദുഃഖകരമായ ഒരു സാഹചര്യം. ഒരു തരത്തിലും രമ്യതപ്പെടാൻ തയ്യാറാകാത്ത, ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത, ഒരു മാനസാന്തരത്തിൻ്റെയും ചിന്തയില്ലാത്ത അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ കൂടി വരുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോൾ ബെനഡിക്ട് 16 പാപ്പയാണ് ഒരിക്കൽ അധ്യാപകർക്ക് യൂണിവേഴ്സിറ്റി ചെല്ലുന്ന സമയത്ത് അധ്യാപകർക്ക് അദ്ദേഹം ഒരു പ്രബോധനം നൽകി. അതിനുശേഷം അധ്യാപകരിൽ ചിലർ അവരോട് പാപ്പായോട് ചോദിക്കുകയാണ്, ബെനഡിക്ട് പാപ്പ എന്താണ് ഈ അധ്യാപകർക്ക് ഏറ്റവും കാര്യമായി ഉണ്ടാകേണ്ടത് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അതിന് പൊടുന്നനെ പാപ്പ പറഞ്ഞ കോൺഷ്യൻസ്, മനസാക്ഷി ഉണ്ടായിരിക്കുക, നല്ല മനസാക്ഷി ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മാനസാന്തരത്തിൻ്റെ ചിന്ത നമുക്ക് വേണം. രണ്ടാമത് ഈശോ പറയുന്നു, സൗഖ്യപ്പെടുത്തുവിൻ, സുഖമാക്കുവിൻ. മറ്റുള്ളവരെ നമുക്ക് സുഖമാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അവരെ ശാരീരികമായ സൗഖ്യം മാത്രമല്ല, ഇന്ന് കൂടുതലായിട്ടുള്ള മാനസികമായ സൗഖ്യമാണ്. അതിന് നമുക്ക് പറ്റുന്നുണ്ടോ ഉണ്ടാകുന്നു. ഞാൻ ഓർക്കുന്നത്, ഒരു വളരെ പ്രസിദ്ധനായ ഒരു പ്രിൻസിപ്പൾ അച്ഛനാണ്. അദ്ദേഹം ഒരു അവിടുത്തെ കോളേജിലെ എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ താല്പര്യമായിരുന്നു, കാര്യമായിട്ട് കരുതിയിരുന്ന അച്ഛൻ. ഒരിക്കൽ പക്ഷേ ഒരു ക്ലാസ്സിൽ ഒരുത്തം ഭയങ്കരമായിട്ട് ഉഴപ്പി. അപ്പോൾ അവനോട് പറഞ്ഞു, നീ ഒരു കാലത്തും നീ രക്ഷപ്പെടിയാലടാ എന്ന് പറഞ്ഞു. അതിനുശേഷം അച്ഛൻ തന്നെ പറഞ്ഞ സാക്ഷ്യമാണ്, കുറേ നാളുകൾക്ക് ശേഷം അച്ഛൻ ഇങ്ങനെ ഒരു ഓട്ടോ വിളിക്കാൻ നിൽക്കുമ്പോൾ ഈ ഓട്ടോക്കാരനെ പരിചയമുള്ളതുപോലെ അച്ഛന് തോന്നുകയാണ്. അവസാനം ഇങ്ങനെ ചോദിക്കുന്നു, എനിക്കെന്തോ പരിചയമുണ്ട്. അപ്പോൾ അച്ഛൻ ആ ഓട്ടോക്കാരൻ പറയാണ്, അച്ഛൻ എന്നെ ഈ വഴിയിലാക്കിയതല്ലേ, ഞാനെങ്ങനെ രക്ഷപ്പെടാനാണ്? അപ്പോൾ ഈ അച്ഛന് വല്ലാത്ത അനുതാപം, മനസ്സിന് വലിയ വിഷമം തോന്നി, വലിയ പശ്ചാത്താപം. അച്ഛന് അവിടെ നിന്ന് ആ ഓട്ടോയിൽ നിന്ന് യാത്ര പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ അവൻ്റെ കൈ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് പറയാണ്, നമ്മുടെ മനസ്സിൽ നമ്മളെ അറിയാതെ വിതുമ്പിപ്പോകുന്ന ഒരു രംഗം അടുത്ത് പിടിച്ചിട്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ആത്മീയ ശക്തി എന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും വെച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നീ രക്ഷപ്പെടണം. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മളോർക്കുക, ഈ മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ചിന്ത നമുക്ക് ഉണ്ടോ? നമ്മൾ മറ്റുള്ളവരെ ആ തരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് സൗഖ്യമാക്കുന്നത്. ഞാൻ ഒരിക്കൽ എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്ന കുറേ കാലം മുമ്പ് ഒരു പയ്യനുണ്ടായിരുന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന അവൻ ഒരു ദിവസം വണ്ടിയിൽ കയറിയിട്ട് അവനൊന്നും മിണ്ടുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താടാ നീ മിണ്ടാതിരിക്കുന്നത്? അവനൊന്നും ഒരു ഇതുമില്ല. ഒന്നുമില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറേ കഴിഞ്ഞ് അവനൊന്നും മിണ്ടാതിരുന്നത് ഞാൻ പറഞ്ഞു, എടാ നീ കാര്യം പറ എന്താന്നുള്ളത്, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? നിനക്ക് എന്താണ് പറ്റുന്നത്? നിൻ്റെ മുഖം ആകെ വാടിയിരിക്കുന്നല്ലോ, എന്താ നിൻ്റെ പറ്റുന്നത്? എന്നിട്ടും അവൻ പറയുന്നില്ല. അവസാനം ഞാൻ ഇച്ചിരി അരിശം എന്നുള്ള രീതിയിൽ പറഞ്ഞു, അവനൊന്നും പറയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നാളെ മുതൽ നീ എൻ്റെ കൂട്ടത്തിൽ വരണ്ട, നീ എൻ്റെ കൂട്ടത്തിൽ ഇത്രയും നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് എന്നോട് പറയാൻ പറ്റി, അല്ലെങ്കിൽ നീ വരണ്ട എന്ന് പറഞ്ഞു.
അപ്പോൾ അവൻ വിതുമ്പിക്കരയാണ്. അവൻ ആ വണ്ടിയിലിരുന്ന് അവൻ വിതുമ്പിക്കരഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാൻ ചോദിച്ചു, എന്താടാ മോനെ എന്ന് ചോദിക്കുമ്പോഴാണ് കാര്യം അതിരൂക്ഷമായ ഒരു കാര്യമാണ്. നടന്ന സംഭവമാണ്. അന്ന് തലേന്ന് രാത്രിയിൽ അവൻ്റെ ചേച്ചി അകലങ്ങളിൽ ഒരു സ്ഥലത്ത് പഠിക്കുകയാണ്. ആ ചേച്ചിക്ക് 7-8 ലക്ഷം രൂപയോളം കടമുണ്ടത്രേ. അവർക്കാകെ 5 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. പാവപ്പെട്ട ഒരു കുടുംബമാണ്. അവർ ഈ കോളേജ് ഫീസ് അടയ്ക്കുന്നത് തന്നെ ഒരു വിധത്തിലാണ്. അപ്പോഴാണ് എന്നിട്ട് രാത്രിയിൽ ഒരു വണ്ടിയിൽ 3-4 ആൾക്കാർ വന്നിരിക്കുകയാണ് വീട്ടിൽ. എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക. ആ രാത്രി മുഴുവൻ അതുങ്ങൾ ഈ പാവപ്പെട്ട കുടുംബം അവർ സങ്കടപ്പെട്ട് കഴിയുകയാണ്. അവസാനം ഈ കാര്യം പിന്നീട് പോലീസ് അധികാരികളിലേക്കൊക്കെ എത്തുന്നു, വിളിക്കുന്നു. അപ്പോഴാണ് 3-3.5 ലക്ഷം രൂപയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പലിശയും കൂടെ ചേർത്തിട്ടാണ് 200 ഇരട്ടിയിലധികം പലിശ ചേർത്തിട്ട് 8 ലക്ഷം രൂപ ആക്കി വെച്ചിരിക്കുകയാണ് ഒരു സ്ത്രീയോട് ഇതുപോലെ അതിക്രമം. അപ്പോൾ അതെല്ലാം ഇടപെട്ട് അതിൻ്റെ അകത്തുനിന്ന് എല്ലാം മാറ്റം വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാമ്പ് എന്ന് പറയുന്ന ഇതാണ്. മാനസാന്തരപ്പെടുവിൻ. അതുപോലെ മറ്റുള്ളവരെ സൗഖ്യമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ഈ സമാന്തര സുവിശേഷങ്ങളോട് ചേർന്ന് നമ്മൾ വായിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെയുണ്ട്. അവിടെ പറയുന്ന ഇസ്രായേൽ ജനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് ഈശോ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മാനേജ്മെന്റ് ദൗത്യങ്ങളിലൊക്കെ നമുക്ക് വേറൊരാളെ പുതുതായിട്ട് നേടുക എന്നുള്ളത് ഈ കാലത്ത് പ്രയാസകരമാണ്. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആളുകളെ തന്നെ നമ്മളോട് ചേർത്ത് നിർത്തുക എന്നുള്ള റിറ്റെയിനിങ് ദ കസ്റ്റമർ എന്നാണ്. അപ്പോൾ ഉള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് പോകാതെ സൂക്ഷിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഒരു സംഭവം കൂടെ ഓർക്കുന്ന കുറേ നാളുകൾക്ക് മുമ്പാണ്. ഒരു ദിവസം ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ വളരെ ഉഴപ്പിയിരുന്ന ഒരു പയ്യൻ, അവന് പല ദിവസം ക്ലാസ്സിൽ ഉഴപ്പാണ്. ഇതെല്ലാം അങ്ങനെ ക്ലാസ്സിൽ അധികം ആൾക്കാരൊന്നും ഉഴപ്പില്ല, എല്ലാ ശ്രദ്ധയോടെ കേൾക്കും. പക്ഷെ ഇവനിങ്ങനെ അസ്വസ്ഥയായപ്പോൾ ഒരു ദിവസം വല്ലാതെ കണ്ട് അവനോട് ദേഷ്യപ്പെട്ടു. അത് ഇച്ചിരി കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് തോന്നി അത് സകല ലിമിറ്റും വിട്ടുപോയല്ലോ. അത്രയും ഈ ക്ലാസ്സിൽ ഇത്രയും പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഒരു പയ്യനെ, ഒരു യൂത്തിനെ ഇങ്ങനെ അവനോട് പെരുമാറിയത് തെറ്റിപ്പോയല്ലോ എന്ന് ഞാൻ വിചാരിക്കും. പിന്നീട് അതിനുശേഷം ഇവനെ മുറിയിൽ വിളിച്ച സമയത്ത് ഇവൻ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവൻ പൊട്ടിത്തെറിക്കുകയാണ്. അച്ഛനറിയോ, നിങ്ങൾക്കൊന്നും യാതൊരു നന്ദിയില്ല, നിങ്ങളൊക്കെ നന്ദി കെട്ടവരാണ്. അച്ഛനറിയാവോ, എൻ്റെ പള്ളി പണിയുന്നതിന് രാത്രി 12-1 മണിയും വരെയൊക്കെ എനിക്ക് പഠിക്കാനും ഒക്കെ ഉണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് അച്ഛന്മാരോട് കൂടെ നിന്ന് സഹകരിക്കുന്ന ഒരാൾ, അവിടുത്തെ യൂത്തിൻ്റെ സെക്രട്ടറിയാണ് അവൻ. ആ തരത്തിലെല്ലാം പള്ളിയോട് ചേർന്ന് പോകുന്ന ഒരുത്തൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ വന്നിട്ട് എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പോലും മേലാത്ത, എന്നിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. എന്തെങ്കിലും അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അച്ഛൻ എന്നോട് ചോദിച്ചോ? വെറുതെ ഇങ്ങനെ ശകാരിക്കല്. നിങ്ങളൊന്നും ഒരു നന്ദിയില്ലാത്തവരാണ്, നിങ്ങൾ കറിവേപ്പില പോലെ ആളുകളെ കരുതിയിട്ട് കളയുന്നവരല്ലേ എന്ന് പറയാം. വല്ലാത്ത രീതി അവൻ കരഞ്ഞുകൊണ്ടാണ്, അവന് പൊട്ടിത്തെറിക്കുന്നു, പക്ഷെ കരഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ചവൻ അവൻ്റെ ആ രോഷം മുഴുവൻ പ്രകടിപ്പിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയാണ്. അപ്പോൾ വല്ലാത്ത അവൻ്റെ ഈ സങ്കടങ്ങളിൽ അപ്പം ഞാൻ പറഞ്ഞു, പോട്ടമോനെ എന്ന് പറഞ്ഞു, വേണ്ട അച്ഛൻ എന്നോട് ഒരു തരത്തിലും, ഇനി അച്ഛനോട് ഒരു തരത്തിലും ഇത് വേണ്ട, ഞാൻ ആ ക്ലാസ്സിൽ ഇരുന്നോളാം, ഒന്നും വേണ്ട, എന്നോട് സംസാരിക്കുകയും വേണ്ട. ഇവൻ വല്ലാതെ കണ്ട് പിണങ്ങി. അവനെ ഏതെങ്കിലും തരത്തിലൊക്കെ ഒന്നും പറ്റിയില്ല. കുറേ നാളുകൾ കഴിഞ്ഞ് അവൻ്റെ വീടിൻ്റെ അടുത്തുകൂടെ യാത്ര പോയിരുന്ന സമയത്ത് വെറുതെ ഒന്ന് വിളിച്ച് നോക്കിയേക്കാം എന്ന് കരുതി ഞാൻ വിളിച്ചു. എടാ, ഞാൻ നിൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, എനിക്ക് നിൻ്റെ വീട്ടിൽ വരണമെന്നുണ്ട്. അപ്പോൾ ഏതായാലും അവൻ ശാന്തനായി. അവനും മനസ്സിലൊരു ഇത് തോന്നിയേക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പൊറോട്ടയും ഇറച്ചി അതെല്ലാം കുഴിമന്തിയല്ല, പക്ഷേ എനിക്കൊരു നല്ല റവപ്പുട്ടും ഒരു പഴവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഇതേ ഉള്ളൂ എന്നൊക്കെ ക്ലാസ്സിൽ വെറുതെ ഇങ്ങനെ പറയും. അപ്പോഴാണ് ഞാൻ അവൻ്റെ വീട്ടിൽ അവൻ പറയുന്ന സ്ഥലമൊക്കെ പറയുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ 3 ആൺപിള്ളേർ മാത്രമാണ് ഉള്ളത്. 3 ആൺപിള്ളേരാണുള്ളത്, അപ്പനും അമ്മയും എല്ലാം കൂടെ അവിടെ. എന്നിട്ട് ഞാൻ അവനോടെല്ലാം സംസാരിച്ച് വളരെ സന്തോഷത്തോടെ അവൻ ഇടപെടുന്നു. അതിനുശേഷം പോരാന്ന്, അച്ഛാ എന്തെങ്കിലും കഴിച്ചിട്ട് പോകും എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നടന്ന സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ അല്പം എൻ്റെ മനസ്സ് എനിക്ക് വല്ലാത്ത ഏങ്ങലടിച്ച് കരയാൻ തോന്നുന്ന രീതി. ഞാൻ നോക്കുമ്പോൾ ഈ വരുന്ന റവപ്പുട്ടും ഈ പഴവും അവിടെ എനിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടുള്ള നമുക്കെല്ലാം തെറ്റുകുറ്റങ്ങളെല്ലാം പറ്റുന്നവരും, പക്ഷേ മറ്റുള്ളവരെ എന്നേക്കുമായിട്ട് അവരുടെ മനസ്സിന് മുറിവ് വരുത്തുന്ന രീതിയിൽ, എന്നേക്കുമായിട്ട് ആളുകളെ തള്ളിക്കളയുന്ന രീതിയിൽ അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനും
നമ്മൾ നോക്കേണ്ടതാണ്. നമ്മൾ കുടുംബനാഥൻ എന്ന നിലയ്ക്ക്, കുടുംബനാഥ എന്ന നിലയ്ക്ക് കഴിഞ്ഞിടയ്ക്ക് ഒരു സംഭവം നടന്നത്, ഒരു പെൺകുട്ടി അവൾ വേറൊരാളുടെ കൂടത്തിൽ പോയി. ആ വീട്ടുകാർ നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പനും അമ്മയും കൂടെ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്കിനി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാതിരിക്കട്ടെ. ഏത് തരത്തിൽ ഇത് വന്നാലും ഇവരെയെല്ലാം ചേർത്ത് വിളിച്ച് വീണ്ടെടുപ്പ് എന്നുള്ളതാണല്ലോ പ്രധാനം. ധൂർത്തപുത്രനെ വീണ്ടെടുക്കുന്നത് പോലെ വീണ്ടെടുത്ത് വീണ്ടും സ്നേഹത്തിലേക്കും സൗഹാർദ്ദത്തിലേക്കും കൊണ്ടുവരാനുള്ള ആ മനോഭാവം നമുക്കുണ്ടാകട്ടെ. ഈശോ. Subscribe now and press the bell icon. Never miss an update.